ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പർപ്പിൾ ആപ്പിൽ നിന്നും നൈക്കിൽ നിന്നും വെച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മിക്കുള്ള പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തു, ചിലതൊന്നും യൂസ് ചെയ്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഞാൻ കുറേ നാളായി വാങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. റിട്ടണിയും ഉണ്ട് കേട്ടോ. സ്മിട്ടണിയും പർപ്പിളും നൈക്കിലും വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ചില യൂസ് ചെയ്തിട്ട് റിട്ടണിൽ വാങ്ങിയതാണ്. ഖാദി ഹെർബൽസിൻ്റെ ശികാക്കായ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ്. വിറ്റാമിൻ ഡി, പപ്പായ പൗഡർ, അമല പൗഡർ, ഓറഞ്ച് പീ പൗഡർ, സാൻഡൽ. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇത് വാങ്ങിയത് സ്മിട്ടണിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇതൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഫേസ് പാക്ക് പോലെ ഇടാൻ പറ്റിയ ശികാക്കായുടെ ഒരു പൗഡറാണിത്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടുമ്പോൾ ഫുൾ എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നൈക്കിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതായിരുന്നു കേട്ടോ. നൈക്കി പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നൽകുന്നത് കണ്ടിട്ട് ആക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ മന്തിൽ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ നൈക്കിയിൽ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ ഒരു ചെറിയൊരു കോളം പോലെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ വിഷയം എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് അയച്ചു തരുന്ന കുട്ടി അവർ ഇതുപോലെ ഒരു എൻവലപ്പിൽ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തത് അതവരെ പ്രിൻറ്റ് ചെയ്ത് അയച്ചു തരും. അപ്പോൾ ഞാൻ അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മന്ത് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ദിസ് മന്ത് ഈസ് മൈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയത്. ദിസ് മന്ത് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പം ഞാൻ എഴുതിയത് അതവരപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് തന്നത്. അത്രയുള്ളൂ. എനിക്ക് ചില വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ കിറ്റ് എന്തെങ്കിലും കിട്ടും. എനിക്ക് ഫ്രീ കിട്ടുന്ന കിട്ടില്ല. എനിക്ക് ഈ സംഭവിച്ചു അത്രയുള്ളൂ. അപ്പോൾ ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സെല്ലാം ഡീറ്റെയിൽ കാണിച്ച് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ മിക്സ് ആയി പോകും. അപ്പോൾ എന്തായാലും തുടർന്ന് നൈക്കിൽ കാണിച്ചത് അതിന് നൈക്കിയിൽ നിന്ന് വെച്ചിട്ടുള്ള വേറെ പ്രൊഡക്റ്റാണ് ഈ കാർമസിസ്റ്റിൻ്റെ ഈ ഒരു ഫേഷ്യൽ റൈസർ. ഇത് പഴകിക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 3 എണ്ണം വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഇപ്പോൾ 200 സംതിങ് അത്ര രൂപ വാങ്ങിയത് 3 എണ്ണം ഉണ്ട്. ഒരു ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു. ഈ 2 എണ്ണം ഫേഷ്യൽ റൈസറാണ് നമുക്ക് മരത്തിൽ ഇതൊക്കെയുള്ള ഈ ഒരു ഓവറായിട്ടുള്ള ഈ രോമകാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഒരു ഫീച്ചർ. അടുത്തതെന്ന് പറയുന്നത് ഒരു റെറ്റിനോളിൻ്റെ, അതായത് 0.1% റെറ്റിനോൾ വരുന്ന ഒരു നൈറ്റ് ക്രീം ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഭയങ്കര വലിയ പ്രതീക്ഷയിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മുടെ നൈറ്റിൽ കിടക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിങ്കിൾസ് ഒക്കെ കട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് ഒക്കെ കണ്ട ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് വാങ്ങിച്ച് നല്ല നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഞാനിട്ടിട്ട് എൻ്റെ ഫേസിൽ എത്ര നാളില്ലാത്ത പുഴുക്കളും കാര്യങ്ങളൊക്കെ വന്ന മുതൽപ്പോഴും ഉണ്ട്. എൻ്റെ പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഞാൻ മാറ്റിക്കൊണ്ട് വരികയാണ്. അതായത് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പക്ഷേ ഭയങ്കര വലിയ പ്രതീക്ഷയിൽ വാങ്ങി 340 രൂപയായി. പക്ഷേ പൈസ വെറുതെ പോയാണ് കണക്കിൽ പോകുന്നത്. അപ്പോൾ ഇടുന്നില്ല ഇടാനും വയ്യാത്തൊരു ഇതിലാണ്. ബിസിനസ്സിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല നമുക്ക് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് ഇതൊട്ടും പിടിക്കുന്നില്ല. എൻ്റെ ഒരു ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊട്ടും വർക്കാവുന്നില്ല. എനിക്ക് ഇന്നത്തെ പോകുന്ന നമ്മുടെ സ്കിൻ ക്ലിയർ ആവുന്നില്ല. അതുപോലെ തന്നെ സ്കാൾസ് മാറുന്നില്ല എന്ന് മാത്രമല്ല ഇല്ലാത്ത കുറേ കുരുക്കൊണ്ട് വരുന്ന പോലെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ നൈക്കിൽ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഓയിൽ സൈറ്റിൻ്റെ ഹെയർ പാലറ്റാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനതിനൊരു ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയാണ്. 3 ഷെയ്ഡ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ വരച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളർ വരച്ചിരിക്കുന്നത് ചെറിയ ബ്രഷുകളുണ്ട് ഉപയോഗിക്കുന്നത് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിട്ടോ. അത് നല്ല പാക്കേജിങ്ങിലായാലും കൊള്ളാം. നൈക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫേഷ്യൽ റൈസറും പിന്നെ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ഐബ്രോ പാലറ്റ് കിറ്റ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റേത് വെറുതെ പൈസ പോകുന്ന ഒരു സിനിമയിലൂടെ വെറുതെ വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പർപ്പിളിൽ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം. പർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കുന്നത് റോസ്മേരിയുടെ ഈ ഒരു ഓയിലാണ്. പ്രസൻറ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഓയിലാണ്. ഇതിൻ്റെ റോസ്മേരി ഓയിലാണ്. ഇത് 2 എണ്ണമായിട്ടാണ് വാങ്ങിയിട്ട് ഒരെണ്ണം ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണമാണിത്. ഇത് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് നെറ്റ് കയറിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് 2 യൂസ് ചെയ്ത് ഒരു മാസം യൂസ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ ആദിവാസി ഓയിൽ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദിവാസി ഓയിൽ യൂസ് ചെയ്ത് എൻ്റെ റിവ്യൂ പറയുമോ ചോദിച്ചിട്ട് ഒരുപാട് പറഞ്ഞില്ല. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ആയി മുടിയൊക്കെ വെട്ടി കുറേ ആയി. അപ്പം ഞാൻ വേറൊരു ഓയിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴത്തെ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു റോസ്മേരിയാണ്. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പർപ്പിളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഫേഷ്യൽ കിറ്റാണ്. ഗുഡ് വൈബ്സിൻ്റെ ആണ് സംഭവം. ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ കിറ്റ് എടുത്ത് ഗ്ലിസറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയമണ്ടിൻ്റെ എന്തോ സംഭവം ഉദ്ദേശിക്കുന്നു.